കനത്ത മഴ തുടരുമ്പോൾ മഴക്കെടുതി രൂക്ഷമാകുന്നുണ്ട്. ഇപ്പോൾ പല ജില്ലകളിൽ പാലക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്ന് വയോധിക മരിച്ച സാഹചര്യമുണ്ട്. കടൽക്ഷോഭവും ഉയർന്ന തിരമാലകളും ഉണ്ടായേക്കാമെന്ന് തീരദേശത്തും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്തിന്റെ മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. പൊന്മുടിയിലും ബോണക്കാടും മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വിതിരയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ രാത്രി മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. പത്തനംതിട്ട കോന്നി മലയാലപ്പുഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. കനത്ത മഴയെ തുടർന്ന് ശബരിമല പമ്പാ സ്നാനത്തിനുള്ള നിയന്ത്രണവും തുടരുകയാണ്. കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ഇന്നു പുലർച്ചെയാണ് ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം കയറിയത്. ഇടുക്കി ചെമ്മണ്ണാറിൽ ശക്തമായ മഴയിലും കാറ്റിലും കവുങ്ങ് വീടിന് മുകളിലേക്ക് പതിച്ച് 3 വയസ്സുകാരന് പരിക്കേറ്റു. കോഴിക്കോട് ജില്ലയിൽ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. മയ്യഴിപ്പുഴയുടെ ഉത്ഭവകേന്ദ്രമായ പുല്ലുവാപ്പുഴ മുതൽ വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖല ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. തൂണേരിയിൽ ബഡ് സ്കൂളിന് മുകളിൽ മൺതിട്ട ഇടിഞ്ഞു വീണ കെട്ടിടം തകർന്നു. പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. മഴയിൽ വീട് തകർന്ന് വയോധിക മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് മണലടിയിൽ സ്വദേശി പാത്തുമ്മയാണ് മരിച്ചത്. കണ്ണൂരിലും മഴ തുടരുകയാണ്. പഴശ്ശി ഡാമിന്റെ 13 ഷട്ടറുകൾ തുറന്നു. കാസർഗോഡ് കുമ്പളയിൽ ഇരുമ്പ് മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു. റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. വെള്ളരിക്കുണ്ട് താലൂക്കിലെ കാറ്റാംകവലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 4 കുടുംബങ്ങളിലെ 22 പേരെ പറമ്പ LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.